ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു രഹസ്യവിദ്യയാണ്. ഈ ശരയോഗ എന്ന് പറയുന്ന വിദ്യയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത, ഏറ്റവും വലിയ സ്വീകാര്യത എന്ന് പറയുന്നത് മറ്റ് യോഗവിദ്യകൾ പോലല്ല. നാഗൻ, കൂർമൻ, കൃകാലൻ, ദേവദത്തൻ, ധനഞ്ജയൻ, ഇങ്ങനെ 10 വായുക്കളായിട്ട് അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആക്ഷൻ പ്രവർത്തിക്കുന്നത് റൈറ്റ് മെറിഡിയനിലാണ്, പിംഗല നാഡിയിലാണ്. അതിനെ ക്രിയാശക്തി കാളി എന്ന് പറയും. നമ്മൾ പറയും ലക്ഷ്മി, സരസ്വതി, കാളി, ഈ 3 ഊർജ്ജങ്ങൾ. അതേപോലെ മുരുകനും മഹാദേവനും മന്ത്രദീക്ഷ കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് അർദ്ധനാരീശ്വര. അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ തത്വത്തിന് പുറകിലുള്ള രഹസ്യം അതാണ്. എൻ്റെ ഉള്ളിലും ഒരു പുരുഷനുണ്ട്, അങ്ങയുടെ ഉള്ളിലും ഒരു പുരുഷനുമുണ്ട്, സ്ത്രീയുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്. അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സയൻസ് ഓഫ് ബ്രീത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള രാഹുൽ കാർത്തികാണ്. സർ നമസ്തേ. നമസ്തേ സർ, ഈ ശ്വാസം, എല്ലാ മനുഷ്യനും ജീവിക്കാൻ വേണ്ടത് ശ്വാസമാണ്. ശ്വാസത്തിന് ഒരുപാട് അത്ഭുത സിദ്ധികൾ മനുഷ്യന് നൽകാൻ കഴിയുമെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങ് കൈകാര്യം ചെയ്യുന്നത് ശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു രഹസ്യവിദ്യയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ശരനൂൽ ശാസ്ത്രം? അതെങ്ങനെയാണ് മനുഷ്യന് അത്ഭുത സിദ്ധികൾ നൽകുന്നത്? ശ്വാസം എന്ന് പറയുന്നത്, ശ്വാസത്തിന് യോഗയിൽ പറഞ്ഞിരിക്കുന്ന നിർവചനം ശരീരത്തിനെയും മനസ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ശ്വാസം. ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡ്. ശരിക്കും അതാണ് ശ്വാസത്തിൻ്റെ നിർവചനം യോഗ നൽകുന്നത്. ഞാൻ കൈകാര്യം ചെയ്യുന്നത് ശരനൂൽ ശാസ്ത്രമല്ല. ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത് ശരയോഗയുടെ ഒരു ഭാഗമാണ്. ശരയോഗ എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു യോഗവിദ്യയുടെ ഒരു ചെറിയ ഭാഗമാണ് ശരനൂൽ ശാസ്ത്രം. ഈ ശരയോഗയാണ് ശരിക്കും ഞാൻ അഭ്യസിച്ചിട്ടുള്ളതും ഞാൻ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്വാസത്തിന് അതീന്ദ്രിയമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള സിദ്ധികളുണ്ട് എന്ന് പറയുമ്പോൾ തത്വമസി എന്ന് പറയുന്ന വിശാലമായ ഒരു വാക്യത്തെ, ഒരു തത്വത്തെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് നീ തന്നെയാകുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ബൈബിളിലേക്ക് പോയി കഴിഞ്ഞാൽ നീ നിൻ്റെ രഹസ്യത്തിലുള്ള പരമപിതാവിനോട് നിൻ്റെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഏറ്റുപറഞ്ഞാൽ ആ രഹസ്യത്തിലെ പരമപിതാവ് അതിനെയെല്ലാം ദൂരീകരിച്ച് അതിനെയെല്ലാം മാറ്റിമറിച്ച് നിന്നെ ശുദ്ധീകരിക്കുമെന്നും പറയുന്നുണ്ട്. ഈ രഹസ്യത്തിലുള്ള പരമപിതാവും ഈ പറയുന്ന തത്വമസിയും ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈശ്വരീയ ചൈതന്യമാണ് എന്നുള്ളതും, ആ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈശ്വരീയ ചൈതന്യമാണ് ഓരോ നിമിഷത്തിലും എൻ്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം എന്നുള്ളതുമാണ് ശരിക്കും ശരയോഗയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അതിനെയാണ് ആ ശ്വാസത്തിന് അത്ഭുതകരമായ ശക്തികളുണ്ടെങ്കിൽ അത് ഈശ്വരനുള്ള ശക്തി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത് ബോധതലങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ശാഖയുള്ളത്? തീർച്ചയായും. നമ്മളെല്ലാവരും തന്നെ ബഹുഭൂരിപക്ഷം മനുഷ്യരും നിൽക്കുന്ന തലം മാനസിക തലമാണ്. നമ്മൾ ഇന്നത്തെ ഈ ദിവസം നമ്മൾ പരിശോധിച്ചാൽ, ഇന്നിപ്പോൾ 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു വൈകുന്നേരം 5 മണിക്കിടയിൽ അങ്ങും ഞാനും ഒരു പക്ഷേ ഒരുപാട് സമയം ചെലവഴിച്ചത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കും. ചിലപ്പോൾ ഒരാഴ്ച മുമ്പ് സംഭവിച്ചത്, ചിലപ്പോൾ ഒരു മാസം മുമ്പ് സംഭവിച്ചത്, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്. അതിനെ നമ്മൾ ഇന്നും ഇങ്ങനെ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ശരികളെയും തെറ്റുകളെയും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്കുണ്ടായ ലാഭങ്ങളെയും നഷ്ടങ്ങളെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിവിങ് ഇൻ ദി പാസ്റ്റ് മനുഷ്യൻ കൂടുതൽ. പിന്നെ നമ്മളിന്ന് ജീവിച്ചത് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലാണ്. നാളത്തെ പ്ലാനുകൾ, ഇനി 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ കുടുംബം, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ആങ്സൈറ്റിയാണ്. ഒന്നുകിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളെ പറ്റിയുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള ചിന്തകൾ. ഈ ചിന്തകളുടെ ആകെത്തുക എന്ന് പറയുന്നത് ഇന്നലകളിലായാലും നാളെകളിലായാലും ഈ ചിന്തകളുടെ ആകെത്തുക എന്ന് പറയുന്നത്, അത് ജനറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു വികാരം എന്ന് പറയുന്നത് ഭയമാണ്. ഇന്നലകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഭയത്തിലാണ്, നാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ഭയത്തിലാണ്. ഓഷോ പറഞ്ഞത് ലൈഫ് സ്റ്റാർട്ട്സ് വെയർ ഫിയർ എൻഡ്സ് എന്നാണ്. ഭയം അവസാനിക്കുന്നിടത്ത് ജീവിതം ആരംഭിക്കുന്നു. അപ്പോൾ ഭയം അവസാനിക്കുന്നത് പ്രസൻറ്റിൽ ജീവിക്കുമ്പോഴാണ്. നമുക്കറിയാം, നമ്മൾ 41 ദിവസം വ്രതം നോറ്റ് ഇരുമുടി കെട്ടുമേന്തി കാനനപാത താണ്ടി കലിയുഗ വരദനായ അയ്യപ്പസ്വാമിയുടെ തിരുനടയിലെത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി, നീ എന്തിനെ തേടി വന്നോ അത് നീ തന്നെയാകുന്നു. അത് പറയുന്ന അയ്യപ്പസ്വാമി ഇരിക്കുന്നത് സന്നിധാനത്തിലാണ്. സന്നിധാനത്തിൻ്റെ അർത്ഥം പ്രസൻറ്റ് എന്നാണ്. നീ എപ്പോഴാണോ പ്രസൻറ്റ്, ഈ നിമിഷത്തെ നീ ജീവിക്കാൻ ആരംഭിക്കുന്നത്, അത് നീ തന്നെയാകുന്നു. ഈ നിമിഷത്തിൽ ജീവിക്കണമെങ്കിൽ ഈ നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. അത് നമ്മുടെ ആശങ്കയെ ഇല്ലാതാക്കും. അത് ബോധതലത്തിലേക്ക്, അങ്ങ് പറഞ്ഞ ബോധതലത്തിലേക്ക്. മനസ്സ് ഡ്യുവാലിറ്റിയാണ്, ശരി തെറ്റ്, റൈറ്റ് ഓർ റോങ്.
നമ്മൾ എന്ത് ചെയ്താലും അതിനകത്തുള്ള ശരി തെറ്റുകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു തലമാണ് ഡ്യുവാലിറ്റി, ദ്വൈതം എന്ന് പറയുന്ന തലം. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ശങ്കരൻ പറഞ്ഞ അദ്വൈതത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ശ്വാസം. അതാണ് അതിൻ്റെ രഹസ്യം. ഈ ശരനൂൽ എന്ന് പറയുന്നത് കഴിഞ്ഞ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് യോഗികളായിട്ടുള്ള ആളുകൾ ആ ഒരു തലത്തിലേക്ക് എത്തുന്ന ആളുകൾ മാത്രം ഉപയോഗിച്ചിരുന്നൊരു വിദ്യയാണ്. അപ്പോൾ ഈ വിദ്യയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഒരാളുടെ ബോധതലം ഒരു ശ്വാസപ്രക്രിയ കൊണ്ട് മാത്രം ഉയരുന്നത്? തീർച്ചയായും ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന വലിയ ഋഷിവര്യന്മാരാണ് ഈ പറയുന്ന, ശരിക്കും ശരയോഗയുടെ ഉൽപ്പത്തി തന്നെ മഹാദേവനിൽ നിന്നാണ്. 64 കലകളും ഉത്ഭവിച്ചത് ഭഗവാനിൽ നിന്നാണ്. അതിൽ നിന്ന് പിന്നീട് അത് തമിഴ് സിദ്ധ പരമ്പരയിലേക്ക് വന്നു, അത് പരശുരാമ പരമ്പരയിലേക്ക് പോയി, അത് രാവണ പരമ്പരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഗുരുപരമ്പരകളിൽ ഈ വിദ്യ പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം തന്നെ വലിയ ആചാര്യന്മാർ, വലിയ ഋഷിവര്യന്മാരാണ്. പക്ഷേ ഈ ശരയോഗ എന്ന് പറയുന്ന വിദ്യയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത, ഏറ്റവും വലിയ സ്വീകാര്യത എന്ന് പറയുന്നത് മറ്റ് യോഗവിദ്യകൾ പോലല്ല, മറ്റ് ധ്യാനമുറകൾ പോലല്ല. കാരണം ശ്വാസം ഞാനും ശ്വസിക്കുന്നുണ്ട്, അങ്ങും ശ്വസിക്കുന്നുണ്ട്, ഈ പറയുന്ന ഏറ്റവും വലിയൊരു ഭരണാധികാരിയും ശ്വസിക്കുന്നുണ്ട്, ഏറ്റവും വലിയ സെലിബ്രിറ്റി ശ്വസിക്കുന്നുണ്ട്, ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനലും ശ്വസിക്കുന്നുണ്ട്. ഈ ശ്വാസം എല്ലാവരിലും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യുന്ന, അത് എല്ലാവർക്കും ഇത് സ്വീകാര്യമാണ്, എല്ലാവർക്കും ഇത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ്. ഋഷിമാർ നമുക്കത് കാണിച്ചു തന്നു. തീർച്ചയായിട്ടും ആ ശ്വാസത്തിൻ്റെ പ്രാക്ടീസിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് ബോധത്തിലേക്കാണ്. ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യുവാലിറ്റിയെ ബ്രേക്ക് ചെയ്യുന്നതാണ്. ഈ സംശയങ്ങൾക്ക് അതീതമായിട്ട് ഒരു വ്യക്തത നമ്മൾ ഒരു പ്രാക്ടീസിൽ നിന്നും ഞാൻ പറയാറുണ്ട്, എനിക്ക് അതീന്ദ്രിയമായ ഈ പറയുന്ന പല സ്പിരിച്വാലിറ്റിയിലും പലരും പറയാറുള്ള അതീന്ദ്രിയമായ ഒരു കഴിവുകളും എനിക്കില്ല. ഞാൻ റിയാലിറ്റി ജീവിക്കുന്ന ഒരാളാണ്, യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ്, ബോധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആ ബോധം എന്ന് പറയുന്നത് വ്യക്തതയാണ്. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പറയുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതിലും എനിക്ക് വ്യക്തതയുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് മൈൻഡ്. അതാണ് ശരിക്കും ശ്വാസം തരുന്ന അതീന്ദ്രിയ സിദ്ധി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിദ്ധി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആളുകൾ സിദ്ധി ലഭിക്കുമെന്ന് പറഞ്ഞ് ഇതേപോലുള്ള ഇപ്പോൾ ശരനൂലാണെങ്കിലും ഇതിലേക്കൊക്കെ കൂടുതൽ ആളുകൾ എത്തുന്നത് എന്തുകൊണ്ടാണ്? ഇത് വളരെ ഒരു എന്താ പറയേണ്ട ഒരു വിവാദ ചോദ്യമാണ്. കാരണം ഈ അടുത്ത കാലത്ത് ആൾക്കാർ എന്തുകൊണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നു എന്നാണ് അങ്ങയുടെ ചോദ്യം. സിദ്ധികൾക്ക് പുറകെ പോയി, അല്ലെങ്കിൽ സിദ്ധികളെക്കുറിച്ചുള്ള ധാരണയുടെ പുറത്ത്, അല്ലെങ്കിൽ അതീന്ദ്രിയമായ അവർക്ക് അജ്ഞാതമായ ഒരു തലത്തെക്കുറിച്ചുള്ള സംശയത്തിൻ്റെ പുറത്ത് എങ്ങനെ ഒരു വ്യക്തി ആത്മീയതയിലേക്ക് എത്തുന്നു എന്നാണ് അങ്ങ് ചോദിച്ചതിൻ്റെ ആകത്തുക. ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നെ വിളിച്ചു, നമ്മുടെ ഈ സയൻസ് ബ്രീത്തിനെ കുറിച്ച് അറിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ പറയുന്ന ആത്മീയമായിട്ടുള്ള ഒത്തിരി അറിവുകൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാവർക്കും അതിൽ കൗതുകം, ചിലർക്ക് അതിൽ കൗതുകം ഉണ്ടാകും, അങ്ങനെ ഒരു കൗതുകമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹം ഒരു ആത്മീയ ഗുരു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് എത്തി. അവിടെ ഒരു വിദ്യ അഭ്യസിച്ചു. അങ്ങനെ പോകെ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഈ പറയുന്ന ഗുരുവുമായിട്ട് അദ്ദേഹത്തിനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. സ്വാഭാവികമാണല്ലോ, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഒരു വിഷയത്തിൽ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് പരസ്യമായിട്ട് ഗുരുവിനോട് ആ വിയോജിപ്പ് പറഞ്ഞ സമയത്ത് ഗുരു പറഞ്ഞു, നിന്നെ ഞാൻ ശപിക്കുന്നു, നിന്നെ ഞാൻ ശപിച്ചിരിക്കുന്നു, നീ എന്തായാലും നന്നാകാൻ പോകുന്നില്ല, നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇത് കേട്ടത് മുതൽ ഈ വ്യക്തി ആകെ ടെൻഷനിലായി, ആകെ ഭയന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ശരയോഗയിൽ ഈ ഗുരുശാപം ഇല്ലാതാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അറിഞ്ഞാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞ്, ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യൻ ഒരാളെ ശപിക്കണമെങ്കിൽ അയാൾ പൂർണ്ണമായിട്ടും മാനസിക തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് ആരെയും ശപിക്കാനുള്ള കഴിവില്ല. ഞാൻ ആരെങ്കിലും ശപിച്ചാൽ ഫലിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആരുടെയെങ്കിലും ശാപം എനിക്ക് ഫലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രാണബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് യാതൊരു കൺഫ്യൂഷൻസും ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഈ കൺഫ്യൂഷൻസും ഡൗട്ടും ഉള്ള ആൾക്കാർ, ഇപ്പോൾ ഈ പറയുന്ന ശാപം, ഒരു ഗുരുശാപം ഒരാൾ ശപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ശാപം ഫലിക്കുമോ എന്ന് ചിന്തിക്കുന്ന വ്യക്തി മാനസിക തലത്തിലാണ്. ആ വ്യക്തി അതിൻ്റെ ഉത്തരം തേടി ഇപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇനി ഗുരുശാപത്തിന് പരിഹാരം തേടി വലിയ പൂജകൾ നടത്തണമെന്ന് പറയുന്ന ആൾക്കാരും ഈ നാട്ടിലുണ്ട്. അതിങ്ങനെ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്.
ഇങ്ങനെ പലതരത്തിലും ഈ പറയുന്ന ആത്മീയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശരയോഗയിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട്, നമ്മൾ ഇവിടെ സിദ്ധികൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ശരയോഗ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മൂന്നാം കണ്ണ് തുറക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂമിക്കടിയിലിരിക്കുന്ന നിധി കാണാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് നിലത്തുനിന്ന് ഉയർന്ന് ലെവിറ്റേഷൻ സംഭവിക്കുമെന്നോ, ഇതൊന്നും ഞാൻ നേരിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളിൽ വ്യക്തതയോടുകൂടി ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു തലത്തിലേക്ക്, ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി ഒരു വെൽബീയിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ആ പ്രാണബോധത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ശ്വാസത്തിൻ്റെ ഈ പ്രാക്ടീസിലൂടെ സാധിക്കും. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് അതിലേക്ക് നയിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇവർ പറയുന്നത് പോലെ ഭൂതത്തെ കാണിച്ചു കൊടുക്കാനോ പ്രേതത്തെ കാണിച്ചു കൊടുക്കാനൊന്നും എനിക്ക് കഴിയില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എന്തെല്ലാമോ സിദ്ധികൾ ഇതിൽ നിന്നും ലഭിക്കുന്നില്ലേ? ഇപ്പോൾ ശരനൂലിൻ്റെ തന്നെ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ മഹാദേവനിൽ നിന്നുമാണ് തുടക്കം. അതേപോലെ മുരുകനും മഹാദേവനും മന്ത്രദീക്ഷ കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൽ സക്സസ് ആവാൻ, അല്ലെങ്കിൽ ഒരു സിദ്ധി ലഭിക്കാൻ കഴിയൂ എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും മഹാദേവൻ എന്ന് പറയുമ്പോൾ ശിവനെ സാധാരണ ഒരു ഭക്തൻ നോക്കിക്കാണുന്നത്, നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോയി, ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോയി, അവിടെ പോകുമ്പോൾ ഒരു സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടുള്ള ശിവൻ്റെ രൂപം അത് ചിലപ്പോൾ ഒരു ചിത്രത്തിൽ കണ്ടതായിരിക്കും, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലൂടെ കണ്ട് നമുക്ക് പരിചയമുള്ളൊരു രൂപം. ഈ പറയുന്ന മരവുരി അണിഞ്ഞ് ഭസ്മം പൂശി നാഗത്തെ ഭൂഷണമാക്കി ഈ പറയുന്ന ഗംഗയെ ചൂടി നിൽക്കുന്ന ശിവൻ, ആ രൂപമാണ്. പക്ഷെ നമ്മളവിടെ എത്തുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് ശിവലിംഗത്തിലേക്കാണ്. നമ്മളവിടെ ഒരു ബിംബം കണക്ട് ചെയ്യുന്നത് ശിവലിംഗത്തിലേക്കാണ്. അവിടെ എത്തുന്ന ഭക്തൻ ഈ പറയുന്ന കൈലാസം എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന ശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മാസ്കുലിൻ എനർജിയാണ്. നമ്മുടെ ഉള്ളിൽ, ഇപ്പോൾ എൻ്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും നമ്മൾ ഫിസിക്കലി റെക്കോർഡിക്കലി നമ്മൾ മെയിലാണ്, നമ്മൾ പുരുഷന്മാരാണ്. പക്ഷേ എൻ്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും ഒരു ഫീമെയിലും ഉണ്ട് എനർജിയിൽ, മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ തത്വത്തിന് പുറകിലുള്ള രഹസ്യം അതാണ്. എൻ്റെ ഉള്ളിലും ഒരു പുരുഷനുണ്ട്, അങ്ങയുടെ ഉള്ളിലും ഒരു പുരുഷനുമുണ്ട്, സ്ത്രീയുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്. നമ്മുടെ ഉള്ളിലെ ഈ പുരുഷൻ എന്ന് പറയുന്ന ഊർജ്ജം അത് പ്രവഹിക്കുന്നത് നമ്മുടെ വലനാഡിയിലൂടെയാണ്, സൂര്യനാഡിയിലൂടെയാണ്, പിംഗല എന്ന് പറയാറുണ്ട്. ഈ സൂര്യനാഡിയായ ശിവനാഡി എന്ന് പറയുന്നത്. അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും പ്രവർത്തിക്കുന്ന ജീവബോധമാണ്. ശവമല്ലാത്തതെന്തോ അത് ശിവം. ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രാണനെയാണ് ഞാൻ ആരാധിക്കാൻ പോകുന്നത്, അല്ലാതെ നമ്മൾ പഴയ സീരിയലിൽ കാണുന്ന ശിവനെയല്ല. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് ഭക്തൻ്റെ ഒരു മാനസിക തലവും, ഇത് എൻ്റെ ഉള്ളിലെ ഊർജ്ജമാണെന്നും എൻ്റെ ഉള്ളിൽ പ്രവഹിക്കുന്ന പ്രാണബോധമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് പോകുമ്പോൾ, അവിടെ ശിവലിംഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മിയർലി ലിംഗ, അതൊരു സിലിണ്ടറിക്കൽ ലിംഗ മാത്രമല്ല അവിടെ ഉള്ളത്. ദർ ഇസ് എ ബേസ് പാർട്ട് കാൾഡ് യോനി പീഠം. അതിനൊരു ബേസ് പാർട്ടുണ്ട്, അത് യോനി പീഠമാണ്. അപ്പോൾ യോനിയും ലിംഗവും ഒരുമിച്ച്. അപ്പോൾ എൻ്റെ ഉള്ളിലെ, അങ്ങയുടെ ഉള്ളിലെ ജീവനെയാണ് അവിടെ ആരാധിക്കുന്നതെങ്കിൽ, ആ ജീവൻ്റെ സൃഷ്ടിക്ക് നിദാനമായ പ്രവൃത്തി നടന്നിരിക്കുന്നത് ലിംഗവും യോനിയും ഒരുമിച്ച് ചേർന്ന പ്രകൃതി പുരുഷ സംഗമം എന്ന് പറയുന്ന, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംഭോഗം എന്ന് പറയുന്ന ശിവശക്തി ഐക്യമാണെന്നാണ് ഈ പറയുന്ന ശിവലിംഗ ആരാധന നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ശിവൻ എന്ന് പറയുമ്പോൾ, മുരുകൻ എന്ന് പറഞ്ഞാൽ ശക്തി എന്ന് പറയുമ്പോൾ ഫെമിനിൻ എനർജിയാണ്. ശിവൻ എന്ന് പറയുന്നത് മാസ്കുലിൻ എനർജിയാണ്. അത് കഴിഞ്ഞാൽ ശക്തി എന്ന് പറയുന്നത്, ദേവി എന്ന് പറയുന്നത് ഫെമിനിൻ എനർജിയാണ്. ശിവ എന്ന് പറയുന്നത് റിസംബിൾസ് ട്രയാങ്കിൾ, അത് ത്രികോണമാണ്. അതാണ് ലിംഗത്തിൻ്റെ പ്രത്യേകത. ഇനി ഇൻവെർട്ടഡ് ട്രയാങ്കിളാണ്. കാമാഖ്യയിൽ പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടഡ് ട്രയാങ്കിൾ യോനി പീഠത്തിനെയാണ് ആരാധിക്കുന്നത്. ഈ ട്രയാങ്കിളും ഇൻവെർട്ടഡ് ട്രയാങ്കിളും, ശിവനും ശക്തി ഇൻവെർട്ടഡ് ട്രയാങ്കിളാണ്. ത്രികോണവും വിപരീത ത്രികോണവും. ഈ ത്രികോണവും വിപരീത ത്രികോണവും ചേർന്ന് കഴിയുമ്പോൾ അതിന് 6 മുഖങ്ങളുണ്ടാവും. അതിനെ തമ്മിൽ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ത്രികോണത്തെയും ഒരു വിപരീത ത്രികോണത്തിനെയും നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് 6 ഫേസ് ഉണ്ടാകും. അതാണ് 6 മുഖൻ, അതാണ് മുരുകൻ. ശിവനും ശക്തി ഒരുമിച്ച് വരുമ്പോൾ 6 മുഖൻ. ഈ പറയുന്ന ട്രയാങ്കിള്, ഇൻവെർട്ടഡ് ട്രയാങ്കിള്, ഈ പറയുന്ന ഷഡ്ഭുജം, ഇത് മൂന്നും നമ്മുടെ ഉള്ളിലെ ബ്രീത്തിൻ്റെ പാറ്റേണാണ്. ഇത് മൂന്നും നമ്മുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന ഊർജ്ജങ്ങളാണ്. ഇത് പുറത്തിരിക്കുന്ന നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രൂപങ്ങളിലൂടെ പരിചയപ്പെട്ട ശിവനും പാർവതിയും മുരുകനുമാണ്, അല്ലെങ്കിൽ 33 ദൈവങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ തത്വമസി എന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന തത്വത്തിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുകയാണ്. അത് ഭക്തൻ്റെ തലമാണ്. രണ്ടാമത്തെ തലം ഉപാസകനാണ്. മൂന്നാമത്തെ തലത്തിൽ സാധകൻ എന്ന് പറയുന്ന തലത്തിലാണ് ഈ വ്യക്തതയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് പുറത്തിരിക്കുന്ന ഒന്നല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ്. അപ്പം ഈ പറയുന്ന ശിവനും മുരുകനും എല്ലാം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം എല്ലാം ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ശിവൻ്റെ ഊർജ്ജത്തെയും, ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദേവിയുടെ ഊർജ്ജത്തെയും, ഉള്ളിൽ പ്രവർത്തിക്കുന്ന മുരുകൻ്റെ ഊർജ്ജത്തിനെയും നമുക്ക് കണക്ട് ചെയ്യാൻ ശ്വാസത്തിലൂടെ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തതയിലേക്ക് പോകാൻ സാധിക്കും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന മുരുകനും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ ആദ്യം ആലോചിച്ചിരുന്നത്
ശിവൻ നമ്മുടെ ചെവിയിൽ വന്നിട്ട് മന്ത്രദീക്ഷ ഇടണം, അപ്പോഴേ നമുക്ക് സിദ്ധി കിട്ടും. അല്ലെങ്കിൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ട് സിദ്ധി തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് സിദ്ധി ഉണ്ടാകൂ. അപ്പം അതുകൊണ്ടാണ് വലിയ വലിയ യോഗികൾക്ക് മാത്രമേ ഇത് കിട്ടിയിരുന്നത് എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ശിവനും മുരുകനും എന്ന് പറയുന്ന ഒരു പാറ്റേൺ മാത്രമാണ്, നമ്മുടെ ശരീരത്തിലുള്ള ശ്വാസത്തിന്റെ ഒരു പാറ്റേൺ ആണ്. ശ്വാസത്തിൽ 16 തരത്തിലുള്ള, അങ്ങിപ്പോൾ പറഞ്ഞ വാക്ക് 16 തരത്തിലുള്ള പാറ്റേൺ ഉണ്ട്. ഓരോ പാറ്റേണിനും 4 ഡിഫറെൻറ്റ് ഡയമെൻഷൻ ഉണ്ട്. മൊത്തം ടോട്ടൽ 16 പാറ്റേൺ. ഓരോ പാറ്റേണിലും അഗെയിൻ 4 ഡയമെൻഷൻസ്. അപ്പോൾ 16 × 4 64, 64 കല. ശ്വാസം 64 കലകളിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. പൂർണ്ണചന്ദ്രനിൽ 16 കലയുണ്ട്, ഒരു പുരുഷന് 16 കലയുണ്ട്, ഒരു സ്ത്രീയിൽ 16 കലയുണ്ട്. ഈ 16 കല പ്രാണൻ്റെ പ്രവാഹമാണ്. ഇതിലിപ്പോൾ മുരുകനെന്ന് പറഞ്ഞു, ഇതിനകത്ത് ഒരു പാറ്റേണിൽ പ്രവർത്തിക്കുമ്പോൾ ശിവനെന്ന് പറഞ്ഞു, മറ്റൊരു പാറ്റേണിലേക്ക് പോകുമ്പോൾ പാർവതി ദേവി എന്ന് പറഞ്ഞു, ഇനി ഒരു പാറ്റേണിൽ പോകുമ്പോൾ മുരുകനെന്ന് പറഞ്ഞു. ഈ പറയുന്ന വൈഷ്ണവവും എല്ലാം 16 കലകളുടെ രഹസ്യം. എല്ലാ ദൈവങ്ങളെയും നമുക്ക് 33 കോടി ദൈവങ്ങളെയും കണക്ട് ചെയ്യാൻ കഴിയും ശ്വാസവുമായി ബന്ധപ്പെട്ട്. അത് എങ്ങനെയാണ് ഇത്രയും, അല്ലെങ്കിൽ നമുക്ക് അത്രയും ശ്വാസ വ്യതിയാനങ്ങൾ ഉണ്ട് എന്നാണ് അർത്ഥം? തീർച്ചയായും. ഇപ്പോൾ സാധാരണ ശ്വാസത്തെക്കുറിച്ച് പ്രാഥമികമായിട്ടൊരു വ്യക്തി മനസ്സിലാക്കുന്നത് അഷ്ടാംഗയിൽ പ്രാണായാമത്തിലൂടെയാണ്. പ്രാണായാമം എന്ന് പറയുന്ന ടോപ്പിക്ക് എപ്പോഴും കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ഇൻഹെയിൽ, എക്സെയിൽ. അപ്പോൾ അത് 2 സ്റ്റെപ്പായി. ഇനി ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ശ്വാസം ഉള്ളിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്റ്റെപ്പ്. ഇനി എക്സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് ഇൻഹെയിൽ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഇൻ്റർവെൽ. ഇതിനവർ പറയുന്നത് പൂരകം, കുംഭകം, രേചകം, ബാഹ്യകുംഭകം, 4. അതായത് ഇൻഹെയിലും എക്സെയിലുമാണ് അവിടെ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ, അതിൻ്റെ വേഗതയെ, ലോങ് ബ്രീത്ത്, ഫാസ്റ്റ് ബ്രീത്ത്, ഇങ്ങനെയാണ് അവിടെ പ്രാണായാമത്തിൽ ബ്രീത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബ്രീത്തിങ് എക്സർസൈസ് ആയിട്ട് അവിടെ പ്രവർത്തിക്കുമ്പോൾ അത് സാധാരണക്കാർക്ക് അത് മാത്രമാണ് പരിചയം. ശരയോഗ പറയുന്നു, നിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ശ്വാസം അത് കേവലം ഇൻഹെയിലിംഗ് അല്ല, അത് കേവലം ഇൻഹെയിലിംഗ് ഓക്സിജൻ അല്ല. നിൻ്റെ ഉള്ളിലേക്ക് 1 പ്രവേശിക്കുന്ന ശ്വാസം അത് 2, അത് 5, അത് 10 പ്രവർത്തിക്കും. അതാണ് ദശവായുക്കൾ. നമ്മളെല്ലാവരും ബ്രഹ്മത്തിൻ്റെ അർത്ഥം തേടി പോകുന്നവരാണ്. ബ്രഹ്മരഹസ്യം എന്ത്, ബ്രഹ്മജ്ഞാനം എന്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബ്രഹ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവർദ്ധതേ, നിൻ്റെ ഉള്ളിൽ എന്താണോ സദാ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ബ്രഹ്മം. നിൻ്റെ ഉള്ളിൽ സദാ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ശ്വാസമാണ്. 1 ഉള്ളിലേക്ക് പ്രവേശിച്ച് അത് 2, 5, 10 ദശവായുക്കളായി പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ, നാഗൻ, കൂർമൻ, കൃകാലൻ, ദേവദത്തൻ, ധനഞ്ജയൻ, ഇങ്ങനെ 10 വായുക്കളായിട്ട് അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് 16 ഡയമെൻഷനിൽ പ്രവർത്തിക്കും. ഇത് 3 നാഡികളിലൂടെ. 16 ഡയമെൻഷനിൽ. അതെ.